സാധാരണഗതിയിൽ ഫുട്ബോളിൽ ഗോൾ കീപ്പർമാർ അങ്ങനെ കോച്ചുമാരായിട്ട് വരാറില്ല. പക്ഷേ വരുന്നവരെല്ലാം ഒരു ഒന്നൊന്നര ഐറ്റങ്ങൾ തന്നെ ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ നിയുക്ത പരിശീലകനായിട്ട് നിയമിച്ച മൊലീനയുടെ കാര്യം. മൊലീന ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ പറഞ്ഞു പിടിപ്പിക്കേണ്ട കാര്യമില്ല. കൊച്ചിയിലിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കണ്ണീര് കുടിപ്പിച്ച് കൊച്ചിയിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് മോഹിപ്പിച്ച ശേഷം ആ കനക കിരീടം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിപ്പിച്ചുകൊണ്ട് പോയ ആ പരിശീലകൻ മൊലീന, അത്ലറ്റിക്കോ മാഡ്രിഡിനെ മൂന്നാമത്തെ സീസണിൽ കിരീട ജേതാക്കളാക്കിയ മൊലീന, ജോസെ മൊലീന എന്ന പരിശീലകൻ വീണ്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായി വരികയാണ്. അദ്ദേഹത്തിന്റെ മാനേജീരിയൽ കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ വില്ലാറായിലിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മാനേജീരിയൽ കരിയർ സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷം അദ്ദേഹം ഗെറ്റാഫയുടെ കോച്ചായി, പിന്നീട് കിഷയുടെ കോച്ചായി, അവിടെയാണ് അദ്ദേഹം ഏറ്റിക്കയുടെ കോച്ചായി മാറുന്നത്. ഏറ്റിക്കയുടെ കോച്ചായ ശേഷം അദ്ദേഹം അത്ലറ്റിക്കോ സാൻ ലൂയിസ് എന്ന് പറയുന്ന ക്ലബിന്റെ പരിശീലകനായി അദ്ദേഹം വീണ്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അതിനിടെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ ബ്രസീൽ എന്ന് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷന്റെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് വരെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങേര് ചെറിയ പുള്ളിയല്ല എന്ന് നിങ്ങൾ ഓർക്കണം. സോ വെൽക്കം ബാക്ക് ജോസെ മൊലീന ടു ബേൺ ISL അഗെയിൻ. ഇന്ത്യൻ സൂപ്പർ ലീഗിനെ നിർത്തി കത്തിക്കാൻ ഒരു തവണ കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർക്ക് അവരെ കിരീടത്തിലേക്ക് നയിച്ച ആ സൂപ്പർ പരിശീലകനെ സ്വാഗതം ചെയ്യാം. അങ്ങേര് പുതിയ കളികൾ